ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് ഫുഡ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതാണ്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോ കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ അരിഞ്ഞത്, 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി, കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില എടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഓയിൽ ചൂടാകുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സവാളയും തക്കാളിയും മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലായാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതായിപ്പോൾ 3-4 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ പുഴിഞ്ഞെടുത്തതാണ്. അതുകൂടി നമുക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ മസാലയൊക്കെ നല്ല പോലെ മിക്സ് ആയാൽ മാത്രമേ റെഡിയായി വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മത്തി കുരുമുളക് ഇട്ടാണ് വറ്റിക്കുന്നത്. അപ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ മീനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് മതിയാവും. ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചതല്ലേ, അപ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതായിപ്പോൾ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മളൊരു വെറൈറ്റി രീതിയിൽ ട്രൈ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ദെൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്